ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് ഇതാ വാഹനവ്യൂഹം ഏതാണ്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരിടത്ത് നിർത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ആ വാഹനത്തിന് ചുറ്റും VS-നെ കാണാനായി ഒടിച്ചുകൂടിയിരിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. മുദ്രാവാക്യം വിളികളോടെ കണ്ണേക്കറിലെ VS-എ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടവർ VS-ന് അവസാന യാത്രാമൊഴിയുകയാണ്. വീടിന് മുന്നിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവിടെ പോലീസ് മറ്റ് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയാണ്. ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ട വിലാപയാത്ര ഇതാ ഒടുവിൽ വേലിക്കകത്ത് വീടിന്റെ പടിവാതിൽക്കിലെത്തിയിരിക്കുകയാണ്. അവസാന യാത്രയ്ക്ക് മുൻപ് അന്ത്യവിശ്രമം കൊള്ളുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി VS അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിലെത്തുകയാണ്. VS-ന്റെ മൃതദേഹം വേലിക്കകത്ത് വീട്ടിലെത്തിച്ചിരിക്കുന്നു. ഇതാ മൃതദേഹത്തെ പുറത്തേക്കുകയാണ്. വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നൂറുകണക്കിന് ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് VS-നെ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളായി. ഇപ്പോൾ വീട്ടിലേക്ക് VS-ന്റെ മൃതദേഹം കൊണ്ടുവരികയാണ്. അവിടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഏറെ നേരമായി കാത്തിരിക്കുന്നുണ്ട്. അരമണിക്കൂർ മാത്രമാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക. പക്ഷേ അതെങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ല. ആ വീടിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു ജനസഞ്ചയം തന്നെയാണ്. VS-നോടുള്ള സ്നേഹവും ആദരവുമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ VS-നെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല. പാർട്ടിയുടെ അഭ്യർത്ഥന ഇതിനോടകം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അരമണിക്കൂറായി പൊതുദർശനം വിട്ടുചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേരാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ
നിങ്ങൾ മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. തിരുവനന്തപുരത്ത് വേലിക്കകത്ത് വീട്ടിൽ നിന്നിതാ ആലപ്പുഴയിലെ ജന്മവീട്ടിലേക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് VS എത്തിയിരിക്കുകയാണ്. പോരാട്ട വഴികളിലൂടെയുള്ള മടക്കയാത്രയാണ്, അവസാന യാത്രയാണ് VSനെ സംബന്ധിച്ച്. പൊതുപ്രവർത്തനത്തിലും അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലുമൊക്കെ വലിയ പോരാട്ടം തുടങ്ങിയ മണ്ണാണ് ആലപ്പുഴയിലേത്. അവിടെ 17-ാം വയസ്സിൽ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ ജോലിക്കാരനായി തുടങ്ങിയതാണ് VSന്റെ ജീവിതം. അതിന് പിന്നാലെ തന്നെ അവിടെയുള്ള കയർ തൊഴിലാളികൾക്കായും ചെത്തു തൊഴിലാളികൾക്കുമൊക്കെയായി VS അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഓരോരുത്തരെയും സംബന്ധിച്ച് VS അത്രമേൽ പ്രിയങ്കരനാണ്, ജനനായകനാണ്. അവർക്ക് വേണ്ടി എന്നും നിലകൊണ്ട, നിലപാടുകളിൽ ഒരു വെള്ളവും ചേർക്കാതെ, വിട്ടുവീഴ്ചയില്ലാതെ, ആർക്കു മുന്നിലും തലകുനിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പോരാടി നിന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ അത്രയധികം ഹൃദ്യമായ, വികാരഭരിതമായ യാത്രയായിട്ട് തന്നെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ VSന് നൽകാൻ പോകുന്നത്. ആ ഒരു സ്നേഹവും അതിൻ്റെ ഊഷ്മളതയും അത് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആ പാതയോരങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ, പിച്ചവെച്ച് തുടങ്ങിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയായിരുന്നു VSനെ കാണാൻ. VSന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ചുവന്ന റോസാ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് VSന്റെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ മുതിർന്ന നേതാക്കളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടെ വീട്ടിലുണ്ട്. അവിടെ അരമണിക്കൂറാണ് പൊതുദർശനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ പുറത്ത്, ആ വീടിന് പുറത്ത് ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് VSനെ കാണാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയോടുകൂടി. പക്ഷേ അവരെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് അവിടെ നിന്ന് VSനെ കൊണ്ടുപോകേണ്ടി വരും. കാരണം എല്ലാവർക്കും കാണാനുള്ള അവസരം നൽകുകയാണെങ്കിൽ അതിനിയും മണിക്കൂറുകളെടുത്തേക്കും. അടുത്തത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. അവിടെയും അരമണിക്കൂർ മാത്രമേ പൊതുദർശനം പറഞ്ഞിട്ടുള്ളൂ. പിന്നാലെ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് VSന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ഒരുപക്ഷെ അവിടെയായിരിക്കും മണിക്കൂറുകൾ നീണ്ട പൊതുദർശനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എല്ലാവരോടും അവിടെ എത്തണമെന്ന നിർദ്ദേശമാണ് CPM നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ വൈകിട്ടോടുകൂടി ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ, പിന്നെ പ്രവയലാർ രക്തസാക്ഷികൾ ഒരുമിച്ചിറങ്ങുന്ന ആ മണ്ണിലാണ് VSും അന്ത്യവിശ്രമം കൊള്ളുന്നത്.